നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ട് പോയ ഒരാൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന് പിന്നിൽ ഒരു പ്രത്യേക സൈക്കോളജിക്കൽ കാരണമുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യമേ അല്ല. അവർ മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ടോ അതും അല്ലെങ്കിൽ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കിയതുകൊണ്ടോ ഒന്നുമല്ല അവർ തിരിച്ചു വരുന്നത്. അവരുടെ കൈകളിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ സപ്ലൈ കിട്ടുന്ന ഒരിടം നിങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. ഇവിടെ സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്രദ്ധ, വാലിഡേഷൻ, നമ്മുടെ ഇമോഷണൽ എനർജി, പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള അവരുടെ ഒരു അധികാരം, ഇതിനൊക്കെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും അപകടം പിടിച്ച വശം എന്താണെന്നറിയോ? ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ തിരിച്ചു വരവിന് പഴയൊരു കണ്ണിലൂടെ നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഭൂരിഭാഗം ആളുകളും ഈ ഒരു മുന്നറിയിപ്പ് വകവയ്ക്കാതെ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റും. ആ ഒരു പഴയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കും. അവസാനം അനുഭവിച്ച് തന്നെ പഠിക്കും. പക്ഷേ സ്വന്തം മനസ്സമാനം കളയാതെ സ്വയം സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇന്ന് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 നിയമങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള ആ ആദ്യത്തെ സത്യത്തിൽ തന്നെ തുടങ്ങാം. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അവരുടെ ഈ സ്വഭാവമൊക്കെ സഹിക്കാൻ പുറത്ത് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് അവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഓടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ നിങ്ങളെ വിട്ടുപോയപ്പോൾ അതിനൊരു റീസൺ ഉണ്ടായിരുന്നു, കാരണം ഉണ്ടായിരുന്നു അല്ലേ? ചിലപ്പോൾ നിങ്ങൾ കൃത്യമായ ചില ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആദ്യമായി നിങ്ങൾ അവർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടാകും, അതും അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് സൈലൻ്റ് ആയിട്ടുണ്ടാകും. അവരാകെ പാനിക്കാക്കിയ ആ മൗനത്തിൻ്റെ ശക്തി. പക്ഷേ അതിനുശേഷം എന്താ സംഭവിച്ചത്? അവർ വേറെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കി. നിങ്ങളെക്കാൾ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അവരെന്ത് തന്നാലും അതിൽ തൃപ്തിപ്പെടുന്ന ആരെങ്കിലും ഒരാളെ. അപ്പോൾ അവർക്ക് എന്താ മനസ്സിലായെന്നറിയോ? നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വയ്ക്കാൻ വേറെ ആരും ഇല്ല എന്ന സത്യം. അത് നിങ്ങൾ അത്ര സ്പെഷ്യൽ ആയതുകൊണ്ടൊന്നല്ല, പകരം നിങ്ങൾ സഹിക്കുന്ന പോലെ കാര്യങ്ങൾ സഹിക്കാൻ ഈ ലോകത്തുള്ള ഭൂരിഭാഗം ആളുകളും തയ്യാറാകില്ല എന്നുകൊണ്ടാണ്. അവരിൽ നിന്ന് കിട്ടിയ ആ ഒരു ബെയർ മിനിമം പരിഗണന കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ട പോലെ മറ്റാരും കോംപ്രമൈസ് ചെയ്യില്ല. അങ്ങനെ ആരെയും കിട്ടാതെ വന്നപ്പോഴാണ് അവർ പതുക്കെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നത്. പക്ഷെ പലരും കാണാതെ പോകുന്നൊരു സൈക്കോളജിക്കൽ സത്യയിലുണ്ട്. അവർ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അവർക്ക് ആവശ്യമുള്ള ആ സപ്ലൈക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ ആ ഒരു ഫീല് അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ വാലിഡേഷൻ, അവരെ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു തോന്നൽ, ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം. ഇതൊരു തരം അഡിക്ഷനാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വരുന്നത്. അവർക്ക് നിങ്ങളോടല്ല അഡിക്ഷൻ, നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ അവർക്ക് അവരെക്കുറിച്ച് തന്നെ തോന്നിയിരുന്ന ആ ഒരു പ്രത്യേക ഫീലിനോടാണ് അവർക്ക് അഡിക്ഷൻ. ഈ ഒരു കാര്യം നിങ്ങൾ എന്താണ് കൃത്യമായി മനസ്സിലാക്കുന്നത്? അന്ന് ആ ബന്ധത്തിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും. പക്ഷേ ഇതിലാണ് ഏറ്റവും വലിയ അപകടം ഒളിച്ചിരിക്കുന്നത്. മിക്ക ആളുകളും അവരുടെ ഈ തിരിച്ചു വരവിനെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്. അവസാനം അവൻ അല്ലെങ്കിൽ അവളെൻ്റെ വില തിരിച്ചറിഞ്ഞു, അവർക്കെന്താ നഷ്ടപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. പക്ഷേ സത്യത്തിൽ അതൊരു കെണിയാണ്. കാരണം പുതിയ ചില വ്യക്തമായ നിയമങ്ങൾ വയ്ക്കാതെ നിങ്ങൾ വീണ്ടും അവരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയാൽ, തിരികെ കയറ്റിയാൽ പഴയ അതേ കാര്യങ്ങൾ തന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കും. അതെങ്ങനെ തടയാമെന്നും ഈ ഒരു ലൂപ്പ് എങ്ങനെ ബ്രേക്ക് ചെയ്യാമെന്നുമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ റൂളാണ് ദി 48 hour റെസ്പോൺസ് ഗ്യാപ്പ്. അവർ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അപ്പം തന്നെ ചാടിക്കയറി മറുപടി കൊടുക്കരുത്. പെട്ടെന്ന് അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നിങ്ങൾ റിപ്ലൈ കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇവിടെ എൻ്റെ ഫോൺ നോക്കി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ 24 മുതൽ 48 മണിക്കൂർ വരെയുള്ള ആ ഒരു സമയം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് അവരുടെ മൈൻഡിലൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കും. നിങ്ങളുടെ ജീവിതമായി തിരക്കിലാണെന്നും അവർക്ക് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ പഴയ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നവർ തെളിയിക്കും. ഇത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു ഐഡിയ ആണ്. കാരണം ആ ബന്ധത്തിൻ്റെ പഴയ രീതി ഇത് പൂർണ്ണമായിട്ട് മാറ്റിമറിക്കും. പെട്ടെന്ന് അവർ നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങും. അവർക്ക് ചെറിയൊരു ആശങ്ക വരും. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കൺട്രോൾ നിങ്ങളുടെ കൈകളിലേക്ക് വരും. പക്ഷേ മിക്ക ആളുകൾക്ക് ഇവിടെയാണ് തെറ്റുപറ്റുന്നത്. ഒരു മെസ്സേജ് വരുമ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. അപ്പം തന്നെ ചാടിക റിപ്ലൈ കൊടുക്കും. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പവർ അപ്പം തന്നെ അവർ കളയുകയും ചെയ്യും. നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. രണ്ടാമത്തെ നിയമമാണ് ഒബ്സർവ് പാറ്റേൺസ് നോട്ട് പ്രോമിസസ്. അതായത് അവരുടെ വാക്കുകളല്ല, പെരുമാറ്റത്തിലെ മാറ്റങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവർ വന്നിട്ട് പറയാണ്, എന്നോട് ക്ഷമിക്കുക പ്ലീസ്, പറ്റിപ്പോയി, ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറി, എനിക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഓർക്കുക, വാക്കുകൾക്ക് ഒരു വിലയുമില്ല. ഒരു വാക്ക് പറയുന്നതിന് ആർക്കും പ്രത്യേകിച്ച് പൈസൻ്റെ ചിലവൊന്നുമില്ല. എന്നാൽ അവരുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാണ് യഥാർത്ഥ വില. അതുകൊണ്ട് നിങ്ങളിനി ചെയ്യേണ്ടതാണ്, അവരിപ്പോൾ വന്ന് മാപ്പ് പറഞ്ഞ ആ ഒരു മിനിറ്റിലെ പെരുമാറ്റമല്ല നിങ്ങൾ നോക്കേണ്ടത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അവരെങ്ങനെയായിരുന്നു എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക, പാറ്റേൺ നോക്കുക. അവർ നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അതോ പഴയ അതേ കള്ളത്തരങ്ങളും ചതികളും കുറച്ചുകൂടി നല്ല വാക്കുകൾ പൊഴിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പെരുമാറ്റം പഴയതുപോലെ തന്നെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടും പഴയ പോലെ തന്നെ ആയിരിക്കും. ഇതൊരു സൈക്കോളജിക്കൽ നിയമമാണ് ഫ്രണ്ട്സ്.
ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും വ്യത്യസ്തമായൊരു ഫലം കിട്ടില്ല. ശരിയല്ലേ? അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കുറഞ്ഞതൊരു 30 ദിവസമെങ്കിലും അവരുടെ രീതികൾ കൃത്യമായി നിരീക്ഷിക്കുക. ആ ഒരു പാറ്റേൺ വാച്ച് ചെയ്യുക. അല്ലാതെ വെറുതെ പറയുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് വീണു പോകരുത്. മൂന്നാമത്തെ നിയമമാണ് സെറ്റ് ന്യൂ ടേംസ് ഇമ്മീഡിയറ്റ്ലി. അതായത് പുതിയ നിബന്ധനകൾ ഇപ്പോൾ തന്നെ വയ്ക്കുക. ഇതാണ് ഏറ്റവും പവർഫുള്ളായിട്ട് നിയമം. അവരെങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതേ രീതിയിൽ തന്നെ അവർ വീണ്ടും തിരിച്ചു കയറ്റിയാൽ അവർ പഴയതുപോലെ തന്നെ നിങ്ങളെ വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, പഴയത് വീണ്ടും ആവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ പുതിയ ചില ബൗണ്ടറീസ് കൃത്യമായിട്ട് വെക്കണം, പുതിയ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കണം. നിങ്ങൾക്ക് അവരോട് നേരിട്ട് ഇങ്ങനെ പറയാം, നിനക്കെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ ബൗണ്ടറീസ്, ഈ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് സഹിക്കില്ല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് എൻ്റെ അടുത്ത് പറ്റില്ല. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്, അതിൽ പിന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കരുത്. അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ പോകരുത്. നിങ്ങൾ അവരുടെ അനുവാദം ചോദിക്കുകയല്ല ചെയ്യുന്നത്, പകരം നിങ്ങളുടെ നിബന്ധനകൾ അവർക്ക് മുന്നിൽ വെക്കുകയാണ്. കാരണം അവർക്ക് നിങ്ങളെ അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ അവർ നിങ്ങളുടെ ബൗണ്ടറീസിനെ ബഹുമാനിക്കും. അതല്ല അവരതിനെ എതിർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ മറുപടി കിട്ടിക്കഴിഞ്ഞു. അവർക്ക് നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായ ബന്ധവുമില്ല, പകരം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സപ്ലൈ മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്, നിങ്ങൾ അവരോട് ക്ഷമിക്കണോ അല്ലെങ്കിൽ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടണോ? നിങ്ങളുടെ ചിന്തയെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു, ഒരു ഗ്ലാസിൻ്റെ ഫ്ലവർ വേസ്, നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസ്. നിങ്ങളന്ന് അതിൽ വെള്ളം നിറച്ച് പൂക്കളിട്ട് വയ്ക്കുമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അതിന് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരാൾ, ചിലപ്പോൾ നിങ്ങളുടെ അനിയനോ അല്ലെങ്കിൽ അനിയത്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ റൂമിൽ കയറി വന്ന് അത് പൊട്ടിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പൊട്ടിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് പശയൊക്കെ തേച്ച് വീണ്ടും ഒട്ടിച്ച് ചേർക്കാം. ഓരോ കഷ്ണങ്ങളും ശ്രദ്ധിച്ച് പഴയ പോലെ ഒട്ടിച്ചെടുക്കുക, ചേർത്ത് വയ്ക്കാം. പുറമെ നോക്കുമ്പോൾ അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷേ അതിൽ പഴയ പോലെ വെള്ളം സൂക്ഷിക്കാൻ പിന്നീട് ഒരിക്കലും കഴിയില്ല. ഓരോ തവണ നിങ്ങളതിലേക്ക് നോക്കുമ്പോഴും അതിലെ വിള്ളലുകൾ അല്ലെങ്കിൽ ഒട്ടിച്ച അടയാളങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ കണ്ണിൽ പെടുക. അത് പൊട്ടിപ്പോയ ആ ഒരു നിമിഷവും ആ ഒരു വേദനയും നിങ്ങൾ എപ്പോഴും ഓർക്കും. ഓരോ തവണ അത് ഉപയോഗിക്കുമ്പോഴും ഇത് വീണ്ടും പൊട്ടിപ്പോകുമെന്ന് നിങ്ങൾ പേടിക്കും. ഇതാണ് തിരിച്ചു വരവുകളുടെ യഥാർത്ഥ സത്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ക്ഷമിക്കാം, കാരണം ക്ഷമിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സമാനത്തിന് വേണ്ടിയാണ്. പക്ഷേ ക്ഷമിച്ചു എന്ന് കരുതി അവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും പഴയതുപോലെ വരാൻ അനുവാദം കൊടുക്കണം എന്നതിനർത്ഥമില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരാൾക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അതവർ നേടിയെടുക്കേണ്ടത് ഒരു വാക്കുകൾ കൊണ്ട് മാത്രമല്ല, അവരുടെ പെരുമാറ്റം കൊണ്ടാണ്. നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം തരുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ. ചില സമയങ്ങളിൽ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടുന്നതിനേക്കാൾ പവർഫുള്ളായ മറ്റൊരു കാര്യമുണ്ട്. അവരില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിലയിൽ എത്തിപ്പെടുന്നത് അവർ ദൂരെ മാറിയെന്ന് കാണട്ടെ. നിങ്ങളുടെ വളർച്ച അവർ കാണട്ടെ, നിങ്ങളുടെ വിജയം അവർ കാണട്ടെ. അവർക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് അവർ സ്വയം തിരിച്ചറിയട്ടെ. ഇതൊരു പ്രതികാരമൊന്നുമല്ല കേട്ടോ ഫ്രണ്ട്സ്, ഇത് അവർ ചെയ്ത തെറ്റിനുള്ള ഫലമാണ്. ഇതിന് നമ്മുടെ ദേഷ്യത്തേക്കാൾ വലിയൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ 3 നിയമങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഒന്നാമത്തേത് ദ 48 hour ഗ്യാപ്പ്, രണ്ടാമത്തേത് ഒബ്സർവ് പാറ്റേൺസ് നോട്ട് പ്രോമിസസ്, മൂന്നാമത്തേത് സെറ്റ് ന്യൂ ടേംസ് ഇമ്മീഡിയറ്റ്ലി. പിന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം, ക്ഷമിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സമാനത്തിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് അവർ പെരുമാറ്റം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പറയൂ, ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ആരെങ്കിലും ഇതുപോലെ തിരിച്ചു വരാൻ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ പറഞ്ഞ നിയമങ്ങൾ പാലിച്ചോ, അതോ ആ പഴയ കണിയിൽ വീണ്ടും പോയി വീണോ എന്ന് കൂടി കമൻറ്റിൽ പറയുക. കാരണം നിങ്ങളുടെ കമൻറ്റ് വായിക്കുന്ന മറ്റൊരാൾക്ക് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ സഹായമായി മാറിയേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും പറയുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ എന്ത് വില കൊടുത്ത് നിങ്ങളുടെ മനസ്സമാനം കാത്തു സൂക്ഷിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.